SSF കേരള സാഹിത്യോത്സവിന് കായംകുളത്ത് തുടക്കമായി. 18 സംഘടനാ ജില്ലകളിൽ നിന്നായി 2500-ലധികം പേർ പങ്കെടുക്കുന്നു. 17 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. SSF 33-ാം എഡിഷൻ കേരള സാഹിത്യോത്സവിനാണ് കായംകുളത്ത് തുടക്കമായത്. 18 സംഘടനാ ജില്ലകളിൽ നിന്നായി 2500-ലധികം പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ പങ്കെടുക്കുന്നത്. കായംകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സാംസ്കാരിക ചർച്ചകൾ, സംവാദങ്ങൾ, എഡ്യൂസൻ കരിയർ എക്സ്പോ, പുസ്തകലോകം തുടങ്ങി വിവിധ പരിപാടികൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നു. അപ്പോൺ ദി ബിക്കോസ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ സാഹിത്യോത്സവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 25-ന് രാവിലെ 10-ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പരൻജോയ് ഗുഹ തകൂർത്ത സാഹിത്യോത്സവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതോടൊപ്പം തന്നെ 20-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന, മലയാളത്തിലെ പ്രമുഖരായ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തകമേള ബുക്ക് ഫെയർ 22-ാം തീയതി മുതൽ ഇന്നു മുതൽ 26-ാം തീയതി വരെ സമ്മേളനത്തോട്, നമ്മുടെ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി കരിയർ എന്താണ് എന്ന് ദിശ നിർണ്ണയിക്കുന്ന എഡ്യൂസൈൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കരിയർ എക്സ്പോ ഈ സാഹിത്യോത്സവത്തിന് അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വേദി എന്ന് പറയുന്നത് ജൂലൈ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നമ്മുടെ എൽമെക്സ് ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ ഹിജറ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഹിജറയുടെ അതേ വഴിയിലൂടെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിച്ച അതേ വഴിയിലൂടെ അറബ് പൗരന്മാരായ ആളുകളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ആ കഷ്ടപ്പാടും ആ ഹിജറയുടെ ത്യാഗവും ഒക്കെ അതേപടി പകർത്തിയെടുത്ത ഒരു വിശാലമായ വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഹിജറയുടെ എല്ലാ തലങ്ങളും ഒപ്പിയെടുത്ത വിശാലമായ ഒരു പരിപാടി, ഹിജറ എക്സ്പെഡീഷൻ എന്ന് പറയുന്ന പരിപാടി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമിയുടെ നേതൃത്വത്തിൽ 24-ാം തീയതി എൽമെക്സ് ഗ്രൗണ്ടിലെ പ്രധാന വേദിയിൽ നടക്കും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം, KP രാമനുണ്ണി, TT ശ്രീകുമാർ, SSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഖ്തൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ എന്നിവർ പങ്കെടുക്കും. 26-ന് നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, M ലിജു, SSF ഇന്ത്യ പ്രസിഡന്റ് CP ഉബൈദുള്ള സഖാഫി എന്നിവർ പങ്കെടുക്കും. സാഹിത്യോത്സവ് 2026-ലെ അവാർഡ് ജേതാവിനെ 23-ന് രാവിലെ 11-ന് കോഴിക്കോട് പ്രസ് ക്ലബിൽ പ്രഖ്യാപിക്കുമെന്നും 25-ന് വൈകിട്ട് 4-ന് കായംകുളത്ത് സാഹിത്യോത്സവ് അവാർഡ് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവ് ഇത്തവണ അരങ്ങേറുന്നത് കായംകുളത്താണ്. അപ്പോൺ ദ ബിക്കോസ് എന്ന ഒരു പ്രമേയത്തിൽ ആണ് 33-ാം സംസ്ഥാന സാഹിത്യോത്സവ് നടക്കുന്നത്. വ്യത്യസ്ത സെഷനുകളിലായി ധാരാളം സാഹിത്യ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സെഷനുകൾ ഇന്നത്തോടെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കായംകുളത്തെ എൽമെക്സ് ഗ്രൗണ്ടിൽ 1-ാം വേദി വിശാലമായ ഒരു 12,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന വലിയ പന്തലാണ് 1-ാം വേദിയായി സജ്ജീകരിച്ചിട്ടുള്ളത്. മേടമുക്കിലെ 2-ാം വേദിയും പാർക്ക് മൈതാനിലെ 3-ാം വേദിയും അടക്കം ടൗണിൽ വരുന്ന 3 ദിവസങ്ങൾ, വെള്ളി, ശനി, ഞായറുകളിൽ 2500-ഓളം പ്രതിഭകൾ സംസ്ഥാനത്തെ 17 ജില്ലകൾ, സംഘടനാ രംഗത്ത് 17 ജില്ലകളായിട്ടാണ്, നീലഗിരി അടക്കം 17 ജില്ലകളിൽ നിന്നുള്ള വിജയികളാണ് 2500 മത്സരാർത്ഥികൾ കായംകുളത്ത് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.